പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡൽഹി പോലീസ് എക്സാമിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത ഫാക്ടുകളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 2025 എക്സാം അല്ലെങ്കിൽ 2025 നടന്ന എക്സാംസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതുകൊണ്ട് വരുന്ന എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. What do the carved wheels on the Konark Sun Temple represents? Okay, അപ്പോൾ Konark Sun Temple carved wheels എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നമുക്കറിയാം ഈ Konark Sun Temple റിലേറ്റ് ചെയ്ത് നമ്മുടെ എക്സാംസിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ് Konark Sun Temple carved wheels എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. അറിയുക, Konark Sun Temple carved wheels ടൈം ഡിവിഷൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ Konark Sun Temple എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന Konark Sun Temple ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആരാണ്? നരസിംഹ ദേവയാണ്. ഓക്കെ, അപ്പൊ ഒഡീഷയിലെ Konark Sun Temple ബിൽഡ് ചെയ്ത നരസിംഹ ദേവ ഏത് ഡൈനാസ്റ്റി റൂളർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏത് ഡൈനാസ്റ്റിയാണ്? ഗംഗ ഡൈനാസ്റ്റി ആണ്. ഓക്കെ, അപ്പൊ Konark Sun Temple ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ. ഈ Konark Sun Temple ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരസിംഹദേവ. നരസിംഹദേവ ഏത് ഡൈനാസ്റ്റി റൂളർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗ ഡൈനാസ്റ്റി. ഓക്കെ, ഒഡീഷയില് ബ്ലാക്ക് പഗോഡ എന്ന് അറിയപ്പെടുന്ന ടെമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? Konark Sun Temple എന്ന് പറയുന്നത്. കേട്ടോ, ബ്ലാക്ക് പഗോഡ എന്ന് അറിയപ്പെടുന്ന ടെമ്പിൾ ആണ് ഏത്? Konark Sun Temple. കഴിഞ്ഞില്ല, എഗെയിൻ ക്വസ്റ്റ്യൻ വന്നു. ഈ Konark Sun Temple കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ Konark Sun Temple ലുക്സ് ലൈക്ക് ചാരിയോട്ട്, ഒരു രഥത്തെ പോലെയാണ് Konark Sun Temple ഉള്ളത്. ഇതിൽ എത്ര ഹോഴ്സസ് ആണ് ഉള്ളതെന്ന് വീണ്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. 7 ഹോഴ്സസ് ആണ്. കേട്ടോ, Konark Sun Temple ആ ചാരിയോട്ടില് എത്ര ഹോഴ്സസ് ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 7 ഹോഴ്സസ് ആണ്. കഴിഞ്ഞില്ല, എഗെയിൻ ക്വസ്റ്റ്യൻ വന്നു, ടോട്ടൽ എത്ര വീലുകളാണ് ഉള്ളതെന്ന്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൻസർ 24 വീൽസ് ആണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് വീണ്ടും ചോദിച്ചു എത്ര പെയർസ് ഓഫ് വീൽസ് ആണ്. ടോട്ടൽ 24 വീൽസ് ആണെങ്കിൽ എത്ര പെയർ ആയിരിക്കും? 12 പെയർസ് ഓഫ് വീൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ Konark Sun Temple ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ഒഡീഷ. Konark Sun Temple ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരസിംഹദേവ. ഈ നരസിംഹദേവ ഏത് ഡൈനാസ്റ്റി റൂളർ ആണെന്ന് അറിയണം? ഗംഗ ഡൈനാസ്റ്റി. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ ആണ് Konark Sun Temple. Konark Sun Temple അല്ലെങ്കിൽ Konark Sun Temple ലുക്സ് ലൈക്ക് ചാരിയോട്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് 7 ഹോഴ്സസ്. ടോട്ടൽ എത്ര ഹോഴ്സസ് ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 7 ഹോഴ്സസ്. എത്ര വീലുകളാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വീൽസ്. അത് എത്ര പെയർസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പെയർസ്. ഓക്കെ, ഇനി ഈ Konark Sun Temple ആർക്കിടെക്ചർ സ്റ്റൈലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നഗാര സ്റ്റൈൽ ആണ് കേട്ടോ. Konark Sun Temple ആർക്കിടെക്ചർ സ്റ്റൈൽ ഏതാണ്? നഗാര സ്റ്റൈൽ. അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം Konark Sun Temple ബേസ് ചെയ്ത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പൊ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. പ്രോപ്പർലി എന്റെ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ ക്ലാസിന്റെ ഡ്യൂറേഷൻ എത്രയാണോ ആ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. അറിയാത്ത പോയിന്റുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കുക. എക്സാമിന് പോകുന്നതിന് മുമ്പേ ഈ നോട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, പറഞ്ഞത് ഇങ്ങനെയാണ്. Konark Sun Temple ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഒഡീഷ. Konark Sun Temple ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ നരസിംഹദേവ. ഈ നരസിംഹദേവ ഏത് ഡൈനാസ്റ്റി റൂളർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗ ഡൈനാസ്റ്റി. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ ആണ് Konark Sun Temple എന്ന് പറയുന്നത്. Konark Sun Temple ഒരു ചാരിയോട്ട് പോലെയാണ് കാണാനായിട്ട്. അപ്പൊ ഇതിൽ എത്ര ഹോഴ്സസ് ഇൻക്ലൂഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 7 ഹോഴ്സസ് ആണ്. എത്ര വീൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വീൽസ്. അത് എത്ര പെയർസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പെയർസ്. Konark Sun Temple ആർക്കിടെക്ചർ സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ നഗാര സ്റ്റൈൽ ആണ്. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്തത് ഇങ്ങനെയാണ്. The famous മീനാക്ഷി ടെമ്പിൾ ഇൻ മധുരൈ. അപ്പൊ മീനാക്ഷി ടെമ്പിൾ എവിടെയാണെന്നുണ്ട്? മധുരയിലാണെന്നുണ്ട്. Is known for which architectural features? അപ്പോ മധുരയിലുള്ള മീനാക്ഷി ടെമ്പിളിന്റെ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മീനാക്ഷി ടെമ്പിൾ എവിടെയാണെന്ന് അറിയണം. തമിഴ്നാട്ടിലെ മധുരയിലാണ് മീനാക്ഷി ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ആർക്കിടെക്ചറൽ ഫീച്ചർ എന്ന് പറയുന്നത് ജൈജാന്റിക് ഗോപുരംസ് തന്നെയാണ്, അല്ലെങ്കിൽ ഗേറ്റ് വേ ടവേഴ്സ്.
ഓക്കെ, വളരെ വലിയ ഗോപുരംസ്, ജൈജാന്റിക് ഗോപുരംസ് തന്നെയാണ് മധുരയിലുള്ള മീനാക്ഷി ടെമ്പിളിന്റെ മെയിൻ ആർക്കിടെക്ചറൽ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ മീനാക്ഷി ടെമ്പിൾ എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ തമിഴ്നാട്ടിലെ മധുരയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞില്ല, ഈ മീനാക്ഷി ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ ദ്രവീഡിയൻ സ്റ്റൈൽ ആണ്. കേട്ടോ, തമിഴ്നാട്ടിലുള്ള മീനാക്ഷി ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, ഈ മീനാക്ഷി ടെമ്പിളിന് അടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഗൈ റിവർ ആണ്. കേട്ടോ, അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മീനാക്ഷി ടെമ്പിളിന് അടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് വെച്ചാൽ ആൻസർ വൈഗൈ റിവർ ആണ്. ഓക്കെ, ഇനി ശരിക്കും ഈ തമിഴ്നാട്ടിലെ മീനാക്ഷി ടെമ്പിളിൽ വെച്ചിട്ടാണ് നമ്മുടെ ലോർഡ് ശിവ സുന്ദരേശ്വരർ എന്ന് പറയുന്ന ഫോമിലോട്ട് മാറിയതിനു ശേഷം, കേട്ടത് ഏത് ഫോമിലോട്ടാണ് മാറിയതിനു ശേഷം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലോർഡ് ശിവ സുന്ദരേശ്വരർ എന്ന് പറയുന്ന ഫോമിലോട്ട് മാറിയതിനു ശേഷം പാർവതി ദേവിയെ വിവാഹം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ടെമ്പിൾ ഏതാണ്? തമിഴ്നാട്ടിലെ മീനാക്ഷി ടെമ്പിൾ ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുക്കുക. മീനാക്ഷി ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ തമിഴ്നാട്ടിലെ മധുരയിലാണ്. മീനാക്ഷി ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വെച്ചാൽ ആൻസർ ദ്രവീഡിയൻ സ്റ്റൈൽ ആണ്. മീനാക്ഷി ടെമ്പിളിന്റെ അടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഗൈ റിവർ ആണ്. ലോർഡ് ശിവ സുന്ദരേശ്വരർ എന്ന് പറയുന്ന ഫോമിലോട്ട് മാറിയതിനു ശേഷമാണ് സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ മീനാക്ഷി ടെമ്പിളിൽ വെച്ച് പാർവതി ദേവി വിവാഹം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രോപ്പർലി ഓർക്കാലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെയാണ്, what is the key architectural feature of Sun Temple at Modhera? Modhera Sun Temple, നേരത്തെ നമ്മൾ കൊണാർക്ക് സൺ ടെമ്പിൾ പറഞ്ഞു അല്ലേ? അതെവിടെയായിരുന്നു? ഒഡീഷയിലായിരുന്നു. മൊധേറ സൺ ടെമ്പിൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗുജറാത്തിലാണ്. കേട്ടോ, അതിന് ആൻസർ എവിടെയാണ്? ഗുജറാത്തില്. ഈ ഗുജറാത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ മെഹസന ഡിസ്ട്രിക്റ്റിലാണ്. കേട്ടോ, മൊധേറ സൺ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഗുജറാത്തിലെ മെഹസന ഡിസ്ട്രിക്റ്റിലാണെന്ന് എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പൊ ഈ സൺ ടെമ്പിളിന്റെ മൊധേറ സൺ ടെമ്പിളിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റെപ്പ്ഡ് ടാങ്ക് ആണ്. കേട്ടോ, ഈ മൊധേറ സൺ ടെമ്പിളിന് ഫ്രണ്ടിലുള്ള സ്റ്റെപ്പ്ഡ് ടാങ്ക് അല്ലെങ്കിൽ എന്ത് പറയുന്നത് അറിയാമോ? സൂര്യകുണ്ട് എന്ന് പറയും. സ്റ്റെപ്പ്ഡ് ടാങ്ക് അല്ലെങ്കിൽ സൂര്യകുണ്ട്. ഈ സൂര്യകുണ്ടിനുള്ളില് ടോട്ടൽ 108 ഷ്രൈൻസ് ആണുള്ളത്. കേട്ടോ, 108 ഷ്രൈൻസ്. ഈ സ്റ്റെപ്പ്ഡ് ടാങ്ക് അല്ലെങ്കിൽ സൂര്യകുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മുടെ വലിയ കുളം പോലത്തെ ഫീച്ചർ ആണ്. പക്ഷെ അതിനുള്ളിൽ തന്നെ 108 ചെറിയ ചെറിയ ഷ്രൈൻസ് ആണുള്ളത്. ഓക്കെ, ശരിക്കും നമ്മൾ അമ്പലത്തില് എൻട്രി ചെയ്യുന്നതിന് മുന്നേയുള്ള പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? ഈ ഒരു സ്റ്റെപ്പ്ഡ് ടാങ്ക് അല്ലെങ്കിൽ സൂര്യകുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്. മൊധേറ സൺ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ഗുജറാത്തിലെ മെഹസന ഡിസ്ട്രിക്റ്റിലാണ്. അതിന് ഫ്രണ്ടിലുള്ള ഒരു സ്റ്റെപ്പ്ഡ് ടാങ്ക് അല്ലെങ്കിൽ സൂര്യകുണ്ട് എന്ന് പറയുന്നത് ഈ ടെമ്പിളിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഒന്നാണ്. ഈ സൂര്യകുണ്ടിനുള്ളിൽ തന്നെ 108 ഷ്രൈൻസ് ആണുള്ളത്. അതുകൂടി അറിഞ്ഞിരിക്കുക. ഈ പോയിന്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൊധേറ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണെന്ന് അറിയണം. അത് നമ്മുടെ സോലങ്കി ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള രാജാ ഭീംദേവ് ആണ്. കേട്ടോ, മൊധേറ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആൻസർ സോലങ്കി ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള രാജാ ഭീംദേവ് ആണ് എന്ത് ബിൽഡ് ചെയ്ത? മൊധേറ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്തത്. ഇനിയുണ്ടല്ലോ, വീണ്ടും റീസെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ മൊധേറ സൺ ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ ഫീച്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു. അത് മാരു ഗുർജാരയാണ്. കേട്ടോ, മാരു ഗുർജാര. ഓക്കെ, മൊധേറ സൺ ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻസർ മാരു ഗുർജാരയാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ, ഈ 6 പോയിന്റുകൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ മൊധേറ സൺ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ഗുജറാത്തിലെ മെഹസന ഡിസ്ട്രിക്റ്റിലാണ്. ഇതിന് ഫ്രണ്ടിലാണ് അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ആർക്കിടെക്ചറൽ ഫീച്ചർ ഒന്നാണ് സ്റ്റെപ്പ്ഡ് ടാങ്ക് അല്ലെങ്കിൽ സൂര്യകുണ്ട്. ഈ സൂര്യകുണ്ടിനുള്ളിൽ തന്നെ 108 ഷ്രൈൻസ് ആണുള്ളത്. ഈ മൊധേറ സൺ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് സോലങ്കി ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള രാജാ ഭീംദേവ് ആണ്. അറിയുക, മൊധേറ സൺ ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ആണ് എന്ന് പറയുന്നത് മാരു ഗുർജാര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രോപ്പർലി ഓർത്തിരിക്കാലോ. അപ്പൊ ശരിക്കും നമുക്കറിയാം നമ്മുടെ RRB NTPC 2026 വേണ്ടിയിട്ട് നമ്മുടെ ദിശ അക്കാദമിയുടെ ഓൺലൈൻ ലൈവ് കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രോപ്പർലി ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു വീക്കിന്റെ എൻഡില്
അടുത്ത വീക്കിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ക്ലാസ്സുകൾ എന്നുള്ളത് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള ആ ടൈമിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല പഠിത്തത്തിൽ കുറച്ചുകൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തവരെല്ലാം കൂടി സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്ത് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സിന് ശേഷം വരുന്ന ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ശരിക്കും പ്രോപ്പർലി വെൽ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8075753676 അല്ലെങ്കിൽ 7012615062 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വാട്ട് മേക്സ് ചാവു എ സിങ്ക്രറ്റിക് ഇന്ത്യൻ ഡാൻസ് ഫോം? അപ്പൊ ചാവു ഡാൻസ് ഫോം ഇല്ലേ, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് കമ്പൈൻസ് ട്രൈബൽ, മാർഷ്യൽ ആൻഡ് ക്ലാസിക്കൽ ഇന്ത്യൻ എലമെന്റ്സ്. കേട്ടോ, ചാവു ഡാൻസ് ഫോം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ട്രൈബൽ, മാർഷ്യൽ ആൻഡ് ഇന്ത്യൻ ക്ലാസിക്കൽ എലമെന്റ്സ്. കേട്ടോ, ട്രൈബൽ, മാർഷ്യൽ, ക്ലാസിക്കൽ ഇന്ത്യൻ എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്താണ് ചാവു ഡാൻസ് ഫോം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സംഗീത നാടക അക്കാദമി പ്രകാരം നമുക്ക് ടോട്ടൽ ഉള്ളത് 8 ക്ലാസിക്കൽ ഡാൻസ് ആണ്. എന്നാൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരമാണെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഈ 9th ക്ലാസിക്കൽ ഡാൻസ് ആണ് എന്ന് പറയുന്നത് ചാവു എന്ന് പറയുന്നത്. ചാവു മെയിൻലി എത്ര ടൈപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുളിയ ചാവു, സറായ്ക്കല ചാവു, അതുപോലെ തന്നെ മയൂർ ബെഞ്ച് ചാവു. കേട്ടോ, പുരുളിയ ചാവു, സറായ്ക്കല ചാവു, അതുപോലെ മയൂർ ബെഞ്ച് ചാവു. ഓക്കെ, അപ്പൊ അതിൽ മയൂർ ബെഞ്ച് ചാവു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എവിടെയാണ്? ഒഡീഷയിലാണ്. സറായ്ക്കല ചാവു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ജാർഖണ്ഡിലാണ്. പുരുളിയ ചാവു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് വെസ്റ്റ് ബംഗാളിലാണ്. പ്രോപ്പർലി 3 ചാവും ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് പഠിക്കണം. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. പറയൂ, ചാവു ഡാൻസ് ഫോം കമ്പൈൻ ട്രൈബൽ, മാർഷ്യൽ ആൻഡ് ക്ലാസിക്കൽ ഇന്ത്യൻ എലമെന്റ്സ്. സംഗീത നാടക അക്കാദമി പ്രകാരം നമ്മുടെ ടോട്ടൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 8 ആണ്. എന്നാൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം നമ്മുടെ ടോട്ടൽ ഡാൻസ് എന്ന് പറയുന്നത് 9 ആണ്. ഈ 9th ക്ലാസിക്കൽ ഡാൻസ് ആണ് ചാവു എന്ന് പറയുന്നത്. ചാവു മെയിൻലി എത്ര ടൈപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 3 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുളിയ ചാവു, സറായ്ക്കല ചാവു, മയൂർ ബെഞ്ച് ചാവു. ഇതിലെ മയൂർ ബെഞ്ച് ചാവു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ, സറായ്ക്കല ചാവു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാർഖണ്ഡ്, പുരുളിയ ചാവു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ വെസ്റ്റ് ബംഗാളിലുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെയാണ്. ഗൂമർ വാസ് ലിസ്റ്റഡ് among top local dances globally in year. ഓക്കെ, ടോപ്പ് ലോക്കൽ ഡാൻസസ് ഗ്ലോബലി എടുക്കുവാണെങ്കിൽ ഗൂമറിനെ ടോപ്പ് ലോക്കൽ ഡാൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത വർഷം എന്നാണ്. ഓക്കെ, അപ്പൊ ഗൂമർ ഡാൻസിനെ ടോപ്പ് ലോക്കൽ ഡാൻസ് ആയിട്ട് ഗ്ലോബലി ടോപ്പ് ലോക്കൽ ഡാൻസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് 2013 നോക്കുക. ഓക്കെ, അപ്പൊ ഗൂമർ ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജസ്ഥാൻ ആണ്. കേട്ടോ, ഗൂമർ ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാൻ. ഇവിടുന്ന് മാറാതെ ഓർത്തുകൊള്ളുക, ഗുമുറ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഒഡീഷയിലാണ്. കേട്ടോ, ഗുമുറ എവിടെയാണ്? ഒഡീഷ. അപ്പൊ ഗൂമർ ആണെങ്കിൽ രാജസ്ഥാനും ഗുമുറ ആണെങ്കിൽ എവിടെയുമാണ്? ഒഡീഷയുമാണ്. ഓക്കെ, അപ്പൊ ഗൂമർ ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഏത് സ്റ്റേറ്റ് ആണ്? അത് രാജസ്ഥാൻ ആണെന്ന് പറഞ്ഞു അല്ലേ? ശരിക്കും ഈ ഗൂമർ ഡാൻസ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ വുമൺ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ്. മെൻ പെർഫോം ചെയ്യൂല. രാജസ്ഥാനിൽ തന്നെ വുമൺ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് ഗൂമർ ഡാൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ന്യൂ ബ്രൈഡ് അവളുടെ ഹസ്ബൻഡിന്റെ ഹോമിലേക്ക് പ്രവേശിക്കുന്ന ടൈം പീരീഡില് ഈ ഒരു ഡാൻസ് എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാൻ ഓർത്തിരിക്കുക. കാരണം ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ച് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പൊ ഗൂമർ ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ രാജസ്ഥാൻ. ഗുമുറ ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷയിലുമാണ്. ഈ ഗൂമർ ഡാൻസ് രാജസ്ഥാനിലാണെന്ന് പറഞ്ഞു. ഇത് മെയിൻ പെർഫോം ചെയ്യൂല, വുമൺ ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക. മാത്രമല്ല ഒരു ന്യൂ ബ്രൈഡ് അവളുടെ ഹസ്ബൻഡിന്റെ ഹോമിലേക്ക് പ്രവേശിക്കുന്ന ടൈം പീരീഡില് ഈ ഒരു ഡാൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും? പെർഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഗൂമർ വാസ് ലിസ്റ്റഡ് among top local dances globally in 2013. ഓക്കെ, എനിക്കറിയാം ഈ രാജസ്ഥാനിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ആണ് എന്ന് പറയുന്നത്
കൽബേലിയ എന്ന് പറയുന്നത്. അപ്പൊ കൽബേലിയ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. കൽബേലിയ ഡാൻസ് ഫോമിനെ തന്നെയാണ് സ്നേക്ക് ഡാൻസ് എന്നും അതുപോലെ സപ്പേറ ഡാൻസ് എന്നും അറിയപ്പെടുന്നത്. ഈ കൽബേലിയ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരാളുടെ പേരാണ് ഗുലാബോ സപ്പേറ എന്നുള്ളത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് കൽബേലിയ ഡാൻസ് ഫോമിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് കൽബേലിയ ഡാൻസ് ഫോമിനെ ആഡ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 2010 എന്നാണ് 2010. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഗൂമർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ, ബട്ട് ഗൂമർ എവിടെയാണ്? ഒഡീഷ. രാജസ്ഥാനിലെ വുമൺ പെർഫോം ചെയ്ത ഡാൻസ് ആണ് ഗൂമർ ഡാൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു ന്യൂ ബ്രൈഡ് അവളുടെ ഹസ്ബൻഡ് ഹോമിലേക്ക് പ്രവേശിക്കുന്ന ടൈം പീരീഡില് നമ്മൾ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത്. ആ ടൈമിലും പെർഫോം ചെയ്യുന്നു ഏത് ഡാൻസ്? ഗൂമർ ഡാൻസ്. ഓക്കെ, അപ്പൊ കൽബേലിയ ഡാൻസ് ഫോം ഇവിടെ തന്നെ രാജസ്ഥാനിൽ തന്നെ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്നേക്ക് ഡാൻസ് അല്ലെങ്കിൽ സപ്പേറ ഡാൻസ്. ഇത് പെർഫോം ചെയ്യുന്ന ഒരാളുടെ പേരാണ് ഗുലാബോ സപ്പേറ. കൽബേലിയ ഡാൻസ് ഫോമിനെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം അറിയുക 2010. ഓക്കെ, അടുത്തേന്ന് പറയുന്നത് ഇങ്ങനെയാണ്. Which of the following is performed by women during the Sikkim wedding? സിക്കിമിലെ വെഡിങ്ങിന്റെ ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഏതാണ്? അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുണിയാണ് കേട്ടോ. അപ്പൊ മാരുണി ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിം. സിക്കിമില് വെഡിങ്ങിന്റെ ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് മാരുണി ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാം. ചൂഫാറ്റ് ഡാൻസും പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമില്. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട്, ഓക്കെ, മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് അവിടുത്തെ ലെപ്ച കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ചൂഫാറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് അവിടുത്തെ ലെപ്ച കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് ചൂഫാറ്റ് എന്ന് പറയുന്നത്. ഈ ലെപ്ച കമ്മ്യൂണിറ്റി തന്നെ സിക്കിമിൽ പെർഫോം ചെയ്യുന്ന മറ്റൊരു ഡാൻസ് ആണ് സോമാൽ ലോക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചൂഫാറ്റ് ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ സിക്കിമിലാണ്. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സിക്കിമില് ലെപ്ച കമ്മ്യൂണിറ്റി പെർഫോം ചെയ്ത ഡാൻസ് ആണ് എന്ന് പറയുന്നത് ചൂഫാറ്റ് എന്ന് പറയുന്നത്. ഈ ലെപ്ച കമ്മ്യൂണിറ്റി തന്നെ പെർഫോം ചെയ്യുന്ന മറ്റൊരു ഡാൻസ് ആണ് സോമാൽ ലോക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറിയേണ്ട മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ലിംബു ഡാൻസും എവിടെയാണ്? സിക്കിമില്. ഈ ലിംബു ഡാൻസിന്റെ ടൈം പീരീഡില് നമ്മുടെ ചെണ്ടയെ പോലെ തോന്നിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഇവിടെ നെക്കിലൂടെ വിയർ ചെയ്യും. ആ ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്താണെന്ന് കൂടി അറിയുക. ചാപ്പ് ബ്രങ്. എന്താണ്? ചാപ്പ് ബ്രങ്. ഇനി കഗൈദ് ഡാൻസും എവിടെയാണ്? സിക്കിമിലാണ്. കഗൈദ് ഡാൻസ് സിക്കിമിൽ പെർഫോം ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് അറിയുക. അത് ഡിസംബർ മന്തിലാണ്. ഏത് മന്തിലാണ്? ഡിസംബർ മന്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പർലി ഓർത്തു വെക്കണം. പറഞ്ഞത് ഇങ്ങനെയാണ്. സിക്കിമിലെ വെഡിങ്ങിന്റെ ടൈം പീരീഡില് വുമൺ പെർഫോം ചെയ്ത ഡാൻസ് ആണ് എന്ന് പറയുന്നത് മാരുണി ഡാൻസ് എന്ന് പറയുന്നത്. ചൂഫാറ്റും എവിടെയാണ്? സിക്കിമിലാണ്. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് ലെപ്ച കമ്മ്യൂണിറ്റി സിക്കിമിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് ചൂഫാറ്റ് എന്ന് പറയുന്നത്. ഈ ലെപ്ച കമ്മ്യൂണിറ്റി തന്നെ സിക്കിമിൽ പെർഫോം ചെയ്യുന്ന മറ്റൊരു ഡാൻസ് ആണ് സോമാൽ ലോക് എന്ന് പറയുന്നത്. ലിംബു ഡാൻസും എവിടെയാണ്? സിക്കിമില്. ഈ ലിംബു ഡാൻസിന്റെ ടൈം പീരീഡില് നെക്കിലൂടെ ഒരു ഇൻസ്ട്രുമെന്റ് വിയർ ചെയ്യും. അതാണ് എന്ന് പറയുന്നത് ചാപ്പ് ബ്രങ് എന്ന് പറയുന്നത്. കഗൈദ് ഡാൻസും എവിടെയാണ്? സിക്കിമില്. ഏത് മന്തിലാണെന്ന് അറിയുക. ഡിസംബർ മന്തിലാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഓപ്ഷനിലുള്ള ഗിദ്ദ ഡാൻസ്. ഗിദ്ദ ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ പഞ്ചാബിലാണ്. ലാവണി ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. താലി ഡാൻസ്, ഇതിപ്പോ തേരാ താളി എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ? അത്രയും കാര്യങ്ങള് പ്രോപ്പർലി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the common theme in the Satriya dance performance? Satriya dance performanceന്റെ common theme എന്താണ്? Satriya dance performance എന്താണ്? അതായത് സാത്രിയ ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയണം. ആസാം ആണെന്ന് അറിയണം. ആസാമിലുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ് ഏത്? സാത്രിയ. സാത്രിയ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന വർഷം അറിയുക 2000 ഓക്കെ, ശരിക്കും വൈഷ്ണവൈറ്റ് ട്രഡീഷണലായിട്ട് റിലേറ്റ് ചെയ്യുന്നു സാത്രിയ ഡാൻസ് ഫോം. ഇവിടെ ഓപ്ഷൻ നമുക്ക് എഴുതാം ഡിവോഷൻ ടു കൃഷ്ണ എന്ന് എഴുതാം. ഓപ്ഷൻ നമുക്ക് എഴുതാം ഡിവോഷൻ ടു കൃഷ്ണ. അപ്പോ സാത്രിയ ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാം.
ദ മെയിൻ അല്ലെങ്കിൽ കോമൺ തീം എന്ന് പറയുന്നത് ഡിവോഷൻ ടു കൃഷ്ണ അല്ലെങ്കിൽ വൈഷ്ണവൈറ്റ് ട്രഡീഷൻസ് എന്നും ആൻസർ കണ്ടിട്ടുണ്ട്. ശാസ്ത്രീയ ഡാൻസ് ഫോമിനെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന വർഷം 2000-ലാണ്. ഈ ശാസ്ത്രീയ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആൻസർ മഹാപുരുഷ ശങ്കരദേവയാണ്. കേട്ടോ, ശാസ്ത്രീയ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആൻസർ മഹാപുരുഷ ശങ്കരദേവയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളോട് എന്ത് ചെയ്യുക, പ്രോപ്പർലി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോ ശാസ്ത്രീയ ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ ആൻസർ ആസാം. ശാസ്ത്രീയ ക്ലാസിക്കൽ ഡാൻസ് ആക്കി റെക്കഗ്നൈസ് ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ചാൽ 2000-ആണ്. ശാസ്ത്രീയ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മഹാപുരുഷ ശങ്കരദേവ. ഇറ്റ് ഈസ് ഡിവോഷൻ ടു കൃഷ്ണ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഓൺ വിച്ച് ഒക്കേഷൻ ഈസ് ദ ബിഹു ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ആസാം? ആസാമിലെ ബിഹു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഒക്കേഷനിലാണ്? കേട്ടോ, ഏത് പറഞ്ഞാൽ വെൽക്കം ഓഫ് ദി ന്യൂ ക്രോപ്പ്. ന്യൂ ക്രോപ്പിനെ സ്വാഗതം ചെയ്യുന്ന ടൈം പീരീഡിലാണ് ആസാമില് ബിഹു ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബിഹു ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ആസാം. ശരിക്കും എത്ര ടൈപ്പ് ബിഹു ഉള്ളത്? ബിഹു ഫെസ്റ്റിവൽ എവിടെയാണെന്ന് പറഞ്ഞു, ആസാമിലാണെന്ന് പറഞ്ഞു. എത്ര ടൈപ്പ് ബിഹു ഉള്ളത്? 3 ടൈപ്സ് ബിഹു ആണുള്ളത്. മെയിൻലി 3 ടൈപ്സ് ബിഹു ആണുള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ മറ്റൊരു പേരാണ് രൊങ്കാലി ബിഹു. ഈ 2 പേരും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു. അടുത്തേന്ന് പറയുന്നത് ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു. അടുത്തേന്ന് പറയുന്നത് കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. കേട്ടോ, ബിഹു മെയിൻലി എത്ര ടൈപ്സാ? 3 ടൈപ്സ്. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. ഇതില് ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു ആണെങ്കിൽ ഏത് മന്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മന്ത്. ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു ഏത് മന്ത് ആണെന്ന് വെച്ചാൽ ആൻസർ ജാനുവരി മന്ത്. കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു ഏത് മന്ത് ആണെന്ന് വെച്ചാൽ ആൻസർ ഒക്ടോബർ മന്തുമാണ്. ഓക്കെ, അപ്പൊ ബിഹു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ആസാമിലാണ്. ബിഹു മെയിൻലി എത്ര ടൈപ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ രൊങ്കാലി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു, കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു. അതിൽ ബൊഹാഗ് ബിഹു ആണെങ്കിൽ ഏത് മന്തില്? ഏപ്രിൽ മന്തില്. ബൊഗാലി ബിഹു അല്ലെങ്കിൽ മഗ് ബിഹു ആണെങ്കിൽ ജാനുവരി മന്തില്. കാറ്റി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു ആണെങ്കിൽ ഒക്ടോബർ മന്തിൽ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പ്രോപ്പർലി ഓർത്തിരിക്കുക. അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഗണേശ് ചതുർത്ഥി which is widely celebrated especially in Maharashtra is associated with. അപ്പോൾ നമുക്കറിയാം ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ഇന്ത്യയിൽ മെയിൻലി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്രയാണ്. എന്താണ് ഈ ഫെസ്റ്റിവൽ? ബർത്ത് ഓഫ് ലോർഡ് ഗണേശ. അപ്പോൾ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ മെയിൻലി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ ആൻസർ മഹാരാഷ്ട്ര. ഈ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ ഭദ്രവാഡ മന്ത് ആണ്. ഹിന്ദു കലണ്ടറിൽ ഭദ്രവാഡ മന്തിലാണ് ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ഏത് മന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭദ്രവാഡ മന്ത്. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം പീരീഡിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ശരിക്കും ഈ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ബാലഗംഗാധര തിലകാണ്. കേട്ടോ, ഈ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ ബാലഗംഗാധര തിലകാണ്. അപ്പൊ ഇന്ത്യയിലെ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ മെയിൻലി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ആൻസർ ഏതാണ്? മഹാരാഷ്ട്രയാണ്. Then ഈ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്ന് വെച്ചാൽ ആൻസർ ഭദ്രവാഡ മന്ത്. ഭദ്രവാഡ മന്ത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം പീരീഡിലാണ്. ഈ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ബാലഗംഗാധര തിലകാണെന്ന് പ്രോപ്പർലി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവലിന് തൊട്ടടുത്ത ദിവസം ഒഡീഷയിലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് നുവാഖായി ഫെസ്റ്റിവൽ. കേട്ടോ, ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവലിന് ശേഷം ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് നുവാഖായി ഫെസ്റ്റിവൽ. ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ അതേ ദിവസം ഗോവയിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് അത് ഫുഗ്ദി ഡാൻസ്. കേട്ടോ, ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവലിന് ശേഷം ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നുവാഖായി ഫെസ്റ്റിവൽ. ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ അതേ ദിവസം ഗോവയിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് ഫുഗ്ദി ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ഇന്ത്യയിലെ മെയിൻലി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. ഏത് മന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാലോ ഭദ്രവാഡ മന്ത്. ഭദ്രവാഡ മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം പീരീഡ്. ഈ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന്
വെച്ചാൽ ആൻസർ ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ഇനി അതിനുശേഷം പിന്നീട് അറിയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഗുഡി പഡ്വ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഗുഡി പഡ്വ. മറാത്തി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഇത് ഗുഡി പഡ്വ. കേട്ടോ, അങ്ങനെ ഓർത്തിരുന്നോ? മറാത്തി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ഗുഡി പഡ്വ. ഗുഡി പഡ്വ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പൊ മറാത്തി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഗുഡി പഡ്വ. സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അതിനുശേഷം പിന്നീട് ഓർക്കേണ്ടത് നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ആണ് പോല ഫെസ്റ്റിവൽ. കേട്ടോ, പോല ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. ശരിക്കും ഈ പോല ഫെസ്റ്റിവലാണ് ബുള്ളോക്സിനെയും അതുപോലെ കാറ്റിലിനെയൊക്കെ വർഷിപ്പ് ചെയ്യുന്ന ഫെസ്റ്റിവൽ. ബുള്ളോക്കിനെ അല്ലെങ്കിൽ ആനിമൽസ്, ബുള്ളോക്ക് കാറ്റിൽ ആനിമൽസിനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവരെ വർഷിപ്പ് ചെയ്യുന്ന ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പൊ ആ ദിവസം അഗ്രികൾച്ചർ വർക്ക് ഒന്നും ഉണ്ടാവില്ല. അത്തരത്തിൽ ബുള്ളോക്സിനെയും കാറ്റിലിനെയൊക്കെ വർഷിപ്പ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് പോല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ് ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഹാരാഷ്ട്ര. ഏത് മന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെദ്രവാഡ മന്തിലാണ്. ബെദ്രവാഡ മന്ത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കാലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം പീരീഡ് ആണ്. ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബാലഗംഗാധര തിലക്. ഗുഡി പഡ്വ മറാത്തി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഗുഡി പഡ്വ. അതും ഇവിടെ തന്നെയാണ്, മഹാരാഷ്ട്രയിൽ തന്നെയാണ്. പോല ഫെസ്റ്റിവലും മഹാരാഷ്ട്രയിൽ തന്നെ. ബുള്ളോക്കിൽ അല്ലെങ്കിൽ കാറ്റിലിനെയൊക്കെ വർഷിപ്പ് ചെയ്തുകൊണ്ടുള്ള ഫെസ്റ്റിവൽ ആണ് പോല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞു. ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിന് ശേഷം ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നുവാഖായി. അതേ ദിവസം തന്നെ ഗോവയിൽ പെർഫോം ചെയ്ത ഡാൻസ് ആണ് ഫുഗ്ദി ഡാൻസ്. ഓക്കെ, അടുത്തേന്ന് പറയുന്നത് the traditional folk festival Fool Day marked by floral offerings and cultural rituals is primarily observed in which Indian state? Fool Day festival സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ഉത്തരാഖണ്ഡിലാണ്. കേട്ടോ, ഫുൾ ഡേ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡിൽ. ഫുൾ ഡേ ഫെസ്റ്റിവൽ ഏത് റീജിയനിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അത് കുമയൂൺ റീജിയനിലാണ്. കേട്ടോ, ഫുൾ ഡേ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് റീജിയനിലാണ് ചോദിച്ചിട്ടുണ്ട്? കുമയൂൺ റീജിയൻ. ഓർക്കുക, ഈ കുമയൂൺ റീജിയനിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ആണ് ഹരേല ഫെസ്റ്റിവൽ. കേട്ടോ, ഏതാണ്? ഹരേല ഫെസ്റ്റിവൽ. അപ്പൊ ഫുൾ ഡേ ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ്. ഏത് റീജിയൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമയൂൺ റീജിയൻ. ഈ കുമയൂൺ റീജിയനിൽ തന്നെ പെർഫോം ചെയ്ത ഫെസ്റ്റിവൽ ആണ് ഏത്? ഹരേല എന്ന് പറയുന്നത്. അപ്പൊ ഹരേല ഫെസ്റ്റിവൽ കുമയൂൺ റീജിയൻ അല്ലെങ്കിൽ ഹരേല ഫെസ്റ്റിവൽ ഉത്തരാഖണ്ഡ് ആണെങ്കിൽ ഓർത്തോളുക, ഹരേല ഫെസ്റ്റിവൽ ഉത്തരാഖണ്ഡ് ആണെങ്കിൽ ഹരേലി ഫെസ്റ്റിവലോ? ഹരേലി ഫെസ്റ്റിവൽ ഛത്തീസ്ഗഡ്. ഹരേല ഫെസ്റ്റിവൽ ഉത്തരാഖണ്ഡ് ആണെങ്കിൽ ഹരേലി ഫെസ്റ്റിവൽ ഛത്തീസ്ഗഡ്. ഗൗര ഗൗരി പൂജ. കേട്ടോ, ഓക്കെ, ഗൗര ഗൗരി പൂജ ഛത്തീസ്ഗഡ് ആണെങ്കിൽ ഗരിയ പൂജ. കേട്ടോ, ഗൗര ഗൗരി പൂജ ഛത്തീസ്ഗഡ്, ഗരിയ പൂജ ആണെങ്കിലോ ത്രിപുരയുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഫുൾ ഡേ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡിൽ. ഹരേലായോ എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. ഏത് റീജിയനിലാ? കുമയൂൺ റീജിയൻ. അപ്പൊ ഹരേല ഉത്തരാഖണ്ഡില്, ഹരേലി ഛത്തീസ്ഗഡില്. ഗൗര ഗൗരി പൂജ ഛത്തീസ്ഗഡില്, ഗരിയ പൂജ ആണെങ്കിൽ എവിടെയാണ്? ത്രിപുര. ഇവിടെ തന്നെയാണ് കാർച്ചി പൂജയും. കാർച്ചി പൂജയും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? ത്രിപുരയിലാണ്. കേട്ടോ, ആ ഒരു കാര്യം കൂടി പ്രോപ്പർലി ഓർത്തിരിക്കുക. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്യൂറിംഗ് ദ സോലം ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ബൈ ദി ആദി ട്രൈബ് ഓഫ് അരുണാചൽ പ്രദേശ്. ക്വസ്റ്റ്യനിൽ പഠിക്കാനുള്ള ഫാക്ടറിയും പഠിച്ചോളുക. സോലം ഫെസ്റ്റിവൽ ആദി ട്രൈബ് അരുണാചൽ പ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ ആദി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് സോലം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. Which traditional drink is shared to promote social bonding? Social bonding പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഷെയർ ചെയ്യുന്ന ട്രഡീഷണൽ ഡ്രിങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോങ് ആണ്. ഇതാണ് അപ്പോങ്. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്, അരുണാചൽ പ്രദേശിലെ ആദ്യ ട്രൈബ് പെർഫോം ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് സോലം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡില് സോഷ്യൽ ബോണ്ടിങ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രിങ്ക് ഏതാണെന്ന് വെച്ചാൽ ആൻസർ ഏതാണ്? അപ്പോങ് ആണ്. ഏതാണ്? അപ്പോങ് ആണ്. ഓക്കെ, പിന്നീട് ഇവിടെ നോക്കേണ്ടത് മോപ്പിൻ ഫെസ്റ്റിവൽ
ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഈ മോപ്പിൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശില് ഏത് ട്രൈബാണ് പെർഫോം ചെയ്യുന്നത്? അത് ഗാലോ ട്രൈബാണ്. സാങ്കൻ ഫെസ്റ്റിവലും എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. സാങ്ക ഫെസ്റ്റിവൽ ശരിക്കും ബുദ്ധിസ്റ്റുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടുതൽ ഓർത്തിരിക്കുക. പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വയം ഫെസ്റ്റിവൽ ആണെങ്കിൽ ആദ്യ ട്രൈബാണ് എവിടെയാ? അരുണാചൽ പ്രദേശില്. അപ്പൊ സ്വയം ഫെസ്റ്റിവല് ആദ്യ ട്രൈബ് അരുണാചൽ പ്രദേശില്. മോപ്പിൻ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഗാലോ ട്രൈബ് അരുണാചൽ പ്രദേശിൽ തന്നെ. സാങ്കൻ ഫെസ്റ്റിവൽ ആണെങ്കിൽ ബുദ്ധിസ്റ്റുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എവിടെയാ? അരുണാചൽ പ്രദേശില്. ഓക്കെ, അപ്പൊ പറഞ്ഞിങ്ങനെ, സ്വയം ഫെസ്റ്റിവൽ ആണെങ്കിൽ ആദ്യ ട്രൈബ് അരുണാചൽ പ്രദേശില്. മോപ്പിൻ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഗാലോ ട്രൈബ് അരുണാചൽ പ്രദേശില്. സാങ്കൻ ഫെസ്റ്റിവൽ ആണെങ്കിൽ ബുദ്ധിസ്റ്റുകൾ എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, who is the author of the book Why I Am a Hindu? Why I Am a Hindu എന്നുള്ളത് അല്ലെങ്കിൽ ആ ബുക്ക് എഴുതിയത് ആരാണ്? Why I Am a Hindu എന്നുള്ളത് ശശി തരൂരിന്റെ ബുക്കാണ് കേട്ടോ. അപ്പൊ ശശി തരൂരുമായിട്ട് റിലേറ്റ് ചെയ്ത ബാക്കി ബുക്കുകൾ നോക്കാം. എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ബുക്കുകളാണ്. An Array of Darkness, നിങ്ങൾ ഇവിടെ കേട്ടിട്ടുള്ള ബുക്കാണല്ലേ? An Array of Darkness, The British Empire in India. An Array of Darkness, The British Empire in India. Inglorious Empire. Inglorious Empire. What the British did of India. Inglorious Empire. What the British did of India. India, the future is now. India, the future is now. Kerala, God's own country. The Kerala book Shashi Tharoor. Kerala, God's own country. Paradoxical Prime Minister. The paradoxical Prime Minister. ഇതെല്ലാം ആരെയാണ്? ശശി തരൂരിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകളാണ്. പറഞ്ഞുതരാം. Why I Am a Hindu, An Array of Darkness, The British Empire in India, Inglorious Empire, What the British did of India, India, The Future is Now, Kerala, God's own country, The paradoxical Prime Minister. ആരെയാണ്? ശശി തരൂർ. അപ്പൊ ഒന്നുകൂടി കേട്ടോളുക. Why I Am a Hindu, An Array of Darkness, The British Empire in India, Inglorious Empire, What the British did of India, India, The future is now, Kerala, God's own country, The paradoxical Prime Minister. ആരുടെയാണ്? ശശി തരൂരിന്റെ ബുക്കുകളാണ്. ഓക്കെ, അടുത്തേന്ന് പറയുന്നത് who authored The White Tiger, winner of the 2008 Man Booker Prize. 2008 Man Booker Prize വിൻ ചെയ്ത The White Tiger എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? The White Tiger എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ ആൻസർ അരവിന്ദ് ആടികയാണ് കേട്ടോ. White Tiger എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? അരവിന്ദ് ആടിക. ഈ അരവിന്ദ് ആടികയുടെ മറ്റ് 2-3 ബുക്കുകൾ നമുക്ക് നോക്കാം. Between Assassination കേട്ടോ. Between Assassination ആരുടെയാണ്? അരവിന്ദ് ആടികയുടെ ബുക്കാണ്. Last Man in Tower. Last Man in Tower. അതുപോലെ Selection Day. Selection Day. ഇതെല്ലാം ആരുടെയാണ്? അരവിന്ദ് ആടികയുടെ ബുക്കാണ്. The White Tiger എഴുതിയത് ആരാണ്? അരവിന്ദ് ആടിക. Between Assassination, Last Man in Tower, Selection Day ഇതൊക്കെ ആരുടെയാണ്? അരവിന്ദ് ആടികയുടെ ബുക്കാണ്. അപ്പൊ അരവിന്ദ് ആടിക 2008 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച ബുക്കാണ് The White Tiger. മറ്റു ബുക്കുകളാണ് Between Assassination, Last Man in Tower, അതുപോലെ Selection Day. ആരുടെ ബുക്കുകളാണ്? അരവിന്ദ് ആടികയുടെ ബുക്കുകളാണ്. അടുത്തേന്ന് പറയുന്നത് ഇങ്ങനെയാണ്. Which dance is associated with traditional cultural heritage of Punjab? അപ്പോൾ ഇതില് പഞ്ചാബിലെ ഡാൻസ് ഫോം ഏതാണ്? പഞ്ചാബിലെ ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാംഗ്രയാണ്. ബാംഗ്ര. അതിൽ കുച്ചിപ്പുടി എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആണെന്ന് അറിയാം. യക്ഷഗാനം എവിടെയാ? കർണാടകയാണെന്ന് അറിയാം. മോഹിനിയാട്ടം എവിടെയാണ്? നമ്മുടെ കേരളയാണെന്ന് അറിയാം. അപ്പൊ ഓപ്ഷനിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ പോകാൻ പറ്റും.
അതായത് ബാംഗ്ര ഡാൻസ് എവിടെയാണ്? പഞ്ചാബിൽ. ഈ പഞ്ചാബിൽ തന്നെ മറ്റൊരു ഡാൻസ് ആണ് എന്ന് ഓർക്കുക, ഗിദ്ദ ഡാൻസ്. കേട്ടോ, ഗിദ്ദ ഡാൻസ് എവിടെയാണ്? പഞ്ചാബിലാണ്. അപ്പൊ കുച്ചിപ്പുടി ആണെങ്കിൽ ആന്ധ്രാപ്രദേശ്, യക്ഷഗാനി ആണെങ്കിൽ കർണാടക, ബാംഗ്ര ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ്. അതിന് കൂടുതൽ ഓർത്തോളുക, ഗിദ്ദ ഡാൻസ് എവിടെ തന്നെയാണ്? പഞ്ചാബിൽ തന്നെയാണ്. മോഹിനിയാട്ടം എവിടെയാണെന്ന് വെച്ചാൽ ഡാൻസ് എവിടെയാണ്? കേരള. അടുത്തേന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഹോജാഗിരി ഡാൻസ് performed by women balancing bottles and lamps is associated with which tribe and state? കേട്ടോ, ട്രൈബും സ്റ്റേറ്റും ചോദിച്ചു. അതായത് ഹോജാഗിരി ഡാൻസ്. അപ്പൊ ഇതിന് മുന്നേ നമ്മുടെ എക്സാംസിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഹോജാഗിരി ഡാൻസ് എവിടെയാണെന്ന്. അത് ഡാൻസ് എവിടെയാണ്? ത്രിപുരയിലാണ്. കേട്ടോ, ഹോജാഗിരി ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ ഡാൻസ് എവിടെയാണ്? ത്രിപുരയിലാണ്. ത്രിപുരയിൽ ഏത് ട്രൈബ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ റിയാങ് ആണ്. കേട്ടോ, അപ്പൊ ഹോജാഗിരി ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ത്രിപുര. ഏത് ട്രൈബ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ റിയാങ് ട്രൈബ് ആണ്. ഓക്കെ, ആസാമില് ബോഡോ ട്രൈബ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് ബാഗുറുംബ ഡാൻസ് എന്ന് പറയുന്നത്. കേട്ടോ, അതായത് ബേർഡ്സിനെ പോലെയും ബട്ടർഫ്ലൈസിനെ ഒക്കെ പോലെ ഡാൻസ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ബാഗുറുംബ ഡാൻസ്. അത് ആസാമിലെ ബോഡോ കമ്മ്യൂണിറ്റി ആണ് പെർഫോം ചെയ്യുന്നത്. ഹോജാഗിരി ഡാൻസ്, ഹോജാഗിരി ഡാൻസ് ആണെങ്കിൽ ത്രിപുരയിൽ ഇപ്പൊ പഠിച്ചു റിയാങ് ട്രൈബ് ആണ്. നാഗാലാൻഡിലെ അങ്കമി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഉണ്ട്, അത് സേക്രേനി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് പറയാൻ കാരണം ഇത് ഓപ്ഷൻ വൈസ് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് ട്രൈബ് ആണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഫുൾ അതുപോലെ അങ്ങ് പഠിച്ചോളുക. ആസാമിലെ ബോഡോ കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്നു, ബേർഡ്സിനെ പോലെയും ബട്ടർഫ്ലൈസിനെ പോലെയും ഡാൻസ് പെർഫോം ചെയ്യുന്നു. ആ ഡാൻസ് ഫോം ആണ് ബാഗുറുംബ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ഹോജാഗിരി ഡാൻസ് ഫോം ത്രിപുരയിലെ റിയാങ് ട്രൈബ് ആണ് പെർഫോം ചെയ്യുന്നത്. നാഗാലാൻഡിലെ അങ്കമി ട്രൈബ് പെർഫോം ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് സേക്രേനി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിലെ നിഷി ട്രൈബ് പെർഫോം ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്നറിയാമോ? ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. കേട്ടോ, ഇതാണ് ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ പെർഫോം ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ നിഷി ട്രൈബ് ആണെന്ന് അറിയുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഹോജാഗിരി ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ത്രിപുര. ആസാമില് ബോഡോ കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് ബാഗുറുംബ ഡാൻസ് എന്ന് പറയുന്നത്. ഈ ഡാൻസിൽ ഇവർ ഡാൻസ് ചെയ്യുന്നത് ബേർഡ്സിനെ പോലെയും ബട്ടർഫ്ലൈസിനെ പോലെയാണെന്ന് ഓർക്കുക. ഇനി ഹോജാഗിരി ഡാൻസ് ത്രിപുരയിൽ പെർഫോം ചെയ്യുന്നത് ഏത് ട്രൈബ് ആണെന്ന് അറിയുക, അത് റിയാങ് ട്രൈബ് ആണ്. സേക്രേനി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നാഗാലാൻഡ്. ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാലോ അങ്കമിയാണ്. ഇനി അരുണാചൽ പ്രദേശിലെ നിഷി ട്രൈബ് പെർഫോം ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? ബൂറിബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോ നമ്മുടെ 2026 SSC GDക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പ്രോപ്പർലി പഠിക്കാനായിട്ട്, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പഠിത്തത്തിൽ കുറച്ചുകൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.